വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ നേമമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് മികച്ച വിജയം നേടിയതുകൊണ്ടും നേമം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ UDF ആദ്യമൊക്കെ നേമത്ത് കരുതി വെച്ചിരുന്നത് വൈഷ്ണ സുരേഷിനെ ആയിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന വിഷയത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിട്ടിരുന്നു വൈഷ്ണ സുരേഷ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായപ്പോൾ വൈഷ്ണ സുരേഷിന്റെ പേര് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം വരെ ഉണ്ടായിരുന്നു. എന്നാൽ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വൈഷ്ണ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു. കന്നി അംഗത്തിൽ തന്നെ മിന്നും ജയം നേടിയ വൈഷ്ണയെ നേമത്ത് മത്സരിപ്പിക്കുമെന്നാണ് ആദ്യം കേട്ടത്. എന്നാൽ പെട്ടെന്നാണ് KS ശബരിനാഥാണ് നേമത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തുവന്നത്. രാജീവ് ചന്ദ്രശേഖറും KS ശബരിനാഥും കളത്തിലിറങ്ങുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് ആരായിരിക്കും മത്സരിക്കാൻ എത്തുക എന്നതാണ് ഇനി അറിയാനുള്ളത്.